ഞാനിപ്പോൾ ഉള്ളത് എടപ്പാൾ ഹനീഫ ഗുരുക്കൾ അടുത്താണ്. കളരി എന്ന ആ ഒരു കലയെ ഇന്ന് സമൂഹത്തിൽ കൂടുതലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്, ഒരു മഹത് വ്യക്തിത്വമാണ് എൻ്റെ അടുത്തുള്ളത്. കളരി കൊണ്ടുള്ള ഗുണങ്ങൾ, കളരിയെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനും കുറേ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കിപ്പം ഡയറക്റ്റായിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, കളരി പഠിക്കുന്നത് കൊണ്ടുള്ള ആ പ്രസക്തി എന്താണ്? മറ്റ് അഭ്യാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് നമ്മൾക്ക് മലയാളികൾക്ക് കേരളത്തിൻ്റെ തനതായ ഒരു കലയാണ് കളരി. എന്നാൽ നമ്മൾ അറിയാതെ പോയ കുറേ കാര്യങ്ങൾ കളരിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ശരീരശാസ്ത്രത്തെ വളരെ വ്യക്തമായി കീറി മുറിച്ചുകൊണ്ട് അഗസ്ത്യമുനി വഴി തന്നെ വളരെയധികം വ്യക്തമായിട്ട് എഴുതി വെച്ച രേഖകളും അതിൻ്റെ പഠന രീതികളും ഇന്ന് നിലനിൽക്കുന്നത് കളരിയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചികിത്സാ സമ്പ്രദായം, ശരീരത്തിൻ്റെ നാഡീമർമ്മ വ്യവസ്ഥയെ തത്വങ്ങൾ അടങ്ങിയിട്ട് 96 തത്വങ്ങളോട് കൂടിയിട്ട് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം കളരി മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട മർമ്മ പോയിന്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ചികിത്സ, അതായത് മർമ്മ തെറാപ്പി ഇതൊക്കെ ചെയ്യുന്നത്. അതായത് അടങ്കൽ മുറ എന്ന് പറഞ്ഞാൽ കളരിയിലെ പ്രധാനം, കളരിയിലെ അതായത് മറുതട്ട് എന്ന് പറയും, ഇളക്കുമുറ എന്നൊക്കെ പറയും. നമുക്കൊരു എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ സഡൻലി അതിനെ വിത്തൗട്ട് മെഡിസിനിൽ നമുക്ക് ക്ലിയർ ചെയ്ത് വിടുന്ന ഒരു രീതി കളരിയിലുള്ളതാണ്. അപ്പോൾ കളരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മലയാളികളെന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആളുകളും അതിനെ നമ്മൾ നെഞ്ചിലേറ്റേണ്ട ഒരു സാധനമാണ്. കാരണം ഇതിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. നമ്മൾ ചികിത്സ ആയാലോ നാടൻ പച്ചമരുന്നുകളൊക്കെ പറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓയിലുകളൊക്കെ ഉപയോഗിച്ചുള്ള ചികിത്സകളും ശരീരത്തിൻ്റെ ശ്വസന രീതി, ശരീരത്തിന് എത്ര ആരോഗ്യമില്ലാത്തവനും ആരോഗ്യമുള്ളവനും അതിൻ്റേതായ രീതിയിൽ ലളിതവും കഠിനവും അതികഠിനവുമായ രീതിയിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതിനനുസൃതമായിട്ടാണ് ഇതിൻ്റെ പഠന രീതി പോകുന്നത്. അത്രത്തോളം പ്രാധാന്യത്തോടെ അപ്പോൾ ഇത് ഒരു മലയാളികൾക്ക് ഇതിനൊരു കഴിവുണ്ടല്ലോ. മലയാളി അല്ല, കളരി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ എന്താണ് അതിനെക്കുറിച്ച് പറയാം? മലയാളികൾക്ക് ഇതിനെ അറിയപ്പെടാത്ത മലയാളി എത്രയുണ്ട് ഇപ്പം? അതായത് ഇവിടുന്ന് ഒരു മാങ്ങ കൊണ്ടുപോയിട്ട് കോയമ്പത്തൂരിൽ വേണ്ടി പഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ ആളുകളുണ്ടോ? അത് ഇവിടുത്തെ മാങ്ങയാണെങ്കിൽ ആൾക്കാർക്ക് അത് നാട്ടിലെ മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് മലയാളികൾ ഏറ്റെടുക്കേണ്ട ഒരു തീർച്ചയായിട്ടും കല മാത്രമല്ല, അതിന്റെ ഒരു ചികിത്സാ രീതികളുണ്ടല്ലോ അല്ലേ കളരിയിലൂടെ. ഇത് ഒരു ബിസിനസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പഠന രീതിയല്ല കളരിയിൽ ആദ്യം കാലം മുതലുള്ള. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോപ്പുലാരിറ്റി കുറച്ച് അങ്ങോട്ട് ഇല്ലാതെ വൈഡായില്ല. മറ്റ് മാർഷൽ ആർട്സുകൾ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ 82 ആ കാലഘട്ടങ്ങളിലാണ് ഏറെക്കുറെ ഇവിടെ ചേക്കേറിയത്. കാരണം ഈ ഫിലിം അതിനെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. സിനിമകൾ ഈ ബ്രൂസിലി അങ്ങനെ ജാക്കി ചാൻ പോലത്തെ ആളുകളൊക്കെ ഫിലിമുകളൊക്കെ മാർഷൽ ആർട്സിൻ്റെ വല്ലാതെ കുറേ ആ കാലഘട്ടത്തിൽ കുറേ സിനിമകൾ വന്നതിനാൽ അത്ര പ്രചാരം വന്നത്. പക്ഷേ കളരി അന്നും ഇന്നും വരെ, പക്ഷേ കളരി ഇന്ന് ഈ നാഷണൽ വരെ ഞങ്ങൾ കേരള ഇന്ത്യയിലെ കുട്ടികൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെ ഏതൊരു മാർഷൽ ആർട്സിൻ്റെ മുമ്പിലും നമ്മൾ മത്സരിക്കുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും ഇതിന് പ്രത്യേക ഒരു വ്യൂയോട് കൂട്ടാണ് ആൾക്കാർ കാണുന്നത്. അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ മെയ്വഴക്കം, അതിൻ്റെ ചടുലത, ഇതൊരാൾ ആക്രമിക്കാൻ മാത്രമുള്ളതല്ല, ഇല്ലെങ്കിൽ ഒരാൾ ആക്രമണം ഏറ്റുവാങ്ങാനുള്ളതല്ല, അല്ലെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യാനുള്ളതെല്ലാം അതിലുപരി ശരീരത്തെ ആജീവനാന്തം നമ്മൾക്ക് എത്രയാണോ ദൈവം തമ്പുരാൻ നമ്മുടെ ശരീരത്തിൻ്റെ എൻജിൻ കപ്പാസിറ്റി തന്നിരിക്കുന്നത് അത്രയും ആ സമയത്ത് വരെ നമുക്കിതിനെ പരിപൂർണമായിട്ട് ആരോഗ്യത്തോട് കൊണ്ടുപോയി ജീവിക്കാൻ പറ്റിയ ഏതൊരു ഉപാധി കളരിയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഈ കളരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉറുമി വീശി ഞാൻ സെക്കൻഡാണ് എൻ്റെ പ്രൈസ്. പിന്നെ എനിക്ക് എൻ്റെ 6 വയസ്സ് മുതലേ ഞാൻ സ്റ്റേജ് പെർഫോം ചെയ്യുന്നുണ്ട്, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. എനിക്ക് 57 വയസ്സുമായിട്ടാണ്. 57 വയസ്സാണെന്ന് ഈ കാണുന്ന ഒരു പ്രേക്ഷകർ പോലും പറയത്തില്ല അല്ലേ? അത് ഞാനതിൽ കുറെ തിന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ കളരിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കളരിയിൽ നിന്നല്ല, നമ്മുടെ ഈ കേരളത്തിൻ്റെ കളരി. അത് ഞാൻ എപ്പോഴും ആരെന്നെ ഫോൺ വിളിക്കാനില്ല, ഞാൻ മിക്കവാറും കളരിയിൽ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ലൈവായിട്ട് കണ്ടാണല്ലോ അഭ്യാസങ്ങളൊക്കെ ഞാനിപ്പം കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ കൂടി ഞാൻ ഈ നമ്മളെ ടോക്കിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ. ഒരു സംശയം, നമ്മളിപ്പം 57 വയസ്സായെന്ന് പറഞ്ഞു, എത്ര വർഷം നമ്മളിത് പ്രാക്ടീസ് ചെയ്തു? എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടാണ് നമ്മൾ എന്തും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഒരു വീട്ടിൽ നിന്നിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നിട്ട് ഒരു വിദ്യാർത്ഥി പഠിക്കും, 10-12 വർഷം പഠിക്കും. ശിഷ്യൻ 12 വർഷം ഗുരുവിനെ കൂടെ നടക്കണം, എന്നാലേ അവന് വിദ്യ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു കാലം. ഇന്ന് അതല്ല. ഇന്ന് എഞ്ചിനീയറോ ഡോക്ടറോ ആവാനൊക്കെ 4 വർഷം മതി. പിന്നെ നമ്മളൊരു കുട്ടീനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കുട്ടിക്ക് എന്താണോ ഇച്ഛ, അല്ലെങ്കിൽ അവനക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിന് അനുസൃതമായിട്ട് അവനെ വേഗം പഠന രീതികൾ പഠിപ്പിച്ചിട്ട് അവനെ നമ്മൾ ഈ കല വേഗം അവന് മനസ്സിലേറ്റി കൊടുക്കാം.
കാരണം തിരിച്ചറിവിൻ്റെ കാലം പണ്ട് 7 വയസ്സാണെങ്കിൽ ഇന്ന് 3 വയസ്സ് 4 വയസ്സാണ്. അമ്മയുടെ തൊള്ളിൽ നിന്നിട്ട് കുട്ടികൾ മൊബൈലിൽ ഇങ്ങനെ ടച്ച് നീക്കുന്ന കാലമാണ് ഇപ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ പിന്നെ അത്രയും പുരോഗമനമായാലും ഫിസിക്കലി ഡെവലപ്മെൻറ്റ്സ്. കാരണം ഞാനിന്ന് പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാറുള്ള സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മെൻ്റലി കുട്ടികളൊന്നും പ്രിപ്പയർ അല്ല, മെൻ്റലി പല കാര്യങ്ങളും അവർ ചെയ്യാൻ റെഡിയല്ല. പഠിക്കുന്ന കാര്യമായാലും ഒരാളുമായിട്ട് സംസാരിക്കാനായിട്ടായാലും മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനായാലും ഇതിനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പേരൻസിന് തന്നെ അറിയാം ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ മെൻ്റലി ഉണ്ടാകുന്ന ചെറിയ പോരായ്മകൾ. അപ്പോൾ അതിന് നമുക്ക് ഏത് രൂപത്തിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? ഇതിനെ ഞാൻ ആ ഒരു ഉപാധി പറയാം. നമ്മളെ ചെറുപ്പത്തിൽ കുട്ടികൾ പല രീതിയിലുള്ള കളികളായിരുന്നു. നമുക്ക് വീടിന് പുറത്തായിരുന്നു ആ കളി. വീടിന് പുറത്ത് ഗ്രൗണ്ടിൽ എല്ലാ രീതിയിലുള്ള കളി. ആ കുട്ടി വൈകിട്ട് വഴക്ക് പറഞ്ഞ് വിളിച്ചാലേ വീട്ടിലേക്ക് വരുള്ളൂ. ഇന്നതല്ല, വഴക്ക് പറയാൻ ഞാൻ വീട്ടിലേക്ക് പുറത്ത് പോവുള്ളൂ. കാരണം അവന് ഈ മൊബൈലും പിടിച്ചിട്ടുള്ള ഇരുത്താണ്. ആ ഒരു പ്രവണത ഇന്ന് സ്പോർട്സ് താരങ്ങൾ എത്രയും കുട്ടികളുടെ ഇപ്പോൾ സായി പോലുള്ള സെൻറ്ററുകളൊക്കെ വളരുന്നതിന് കുട്ടികളുടെ ആ ഒരു മാനസിക നില അവർ കണക്കിലെടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുട്ബോൾ ഇതിനെ കളിക്കൊക്കെ പോകുന്ന കുട്ടികൾ അവരും ഈ സാധാരണ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്താൽ മതി. അവർ വ്യത്യാസം കളരിയുടെ മാത്രം കമ്പയർ ചെയ്യേണ്ട, അവർ തമ്മിലുള്ള ഫിസിക്കലി മെൻ്റലി വ്യത്യാസം അപ്പം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികളുടെ പേരിൽ ബാങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ആസുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ കുട്ടിയുടെ സമ്പത്ത് എന്താണോ ആ കുട്ടി ആരോഗ്യത്തോട് കൂടിയിട്ട് സമൂഹത്തിനും നമുക്കും അത് മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ അവന് ആരോഗ്യം വേണം. തീർച്ചയായിട്ടും ആ ആരോഗ്യത്തിനെ നിലനിർത്തണമെങ്കിൽ കളരി പോലുള്ള ഒരു വിദ്യ അവൻ്റെ നെഞ്ചിലേക്ക് ഇല്ലെങ്കിൽ അവൻ മനസ്സിലേക്ക് ഏറ്റി കൊടുക്കുക. കാരണം ഈ മെയ് വഴക്കത്തിന് മറ്റുള്ള അഭ്യാസ കലകളെ അപേക്ഷിച്ച് മെയ് വഴക്കത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്രത്തോളം നമുക്കുള്ള ബോഡി ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ശരീരത്തിന് കുറച്ച് വഴക്കം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും എന്നോട് കമൻസിൽ എഴുതി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അവരോട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കളരി അഭ്യാസം വളരെയധികം ഗുണം. തീർച്ചയായിട്ടും അത് ഈ കളരിയെ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ വളരെയധികം നമുക്ക് ലോങ്ങാണ്. അതായത് നമ്മൾക്ക് എന്താണോ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് ശ്വസന രീതിയിൽ കൂടെയും അഭ്യാസ രീതിയിൽ കൂടെയും ഒക്കെ നമുക്ക് ഉരുത്തിരിച്ച് വീണ്ടെടുത്ത് നമ്മുടെ ശരീരത്തെ ഒരു സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു രീതി കളരിയിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കളരിയെ കുറിച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല, ആള് പുലിയാണ്. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വാൾ ഫൈറ്റിംഗ് ആയാലും അതുപോലെ തന്നെ നമ്മൾ വേറെന്തോ ഒരു സംഭവം അങ്ങനെ പേര് ഞാൻ ഓർക്കുന്നില്ല, സ്റ്റിക്ക് ഫൈറ്റിംഗ്, ഉറുമി വീശിയൊക്കെ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഈ വീഡിയോൻ്റെ കൂടെ അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കളരി അഭ്യാസം അല്ലെങ്കിൽ കളരി എന്ന് പറയുന്ന ഒരു കല ഒരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലയാളികൾ ഏറ്റെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ, ഇപ്പോൾ ചെറിയ കുട്ടികളായാലും മുതിർന്ന ആൾക്കാരായാലും അതിന് താല്പര്യമുള്ള ആളുകൾ ഈ ഫീൽഡിലോട്ട് കടന്നു വരണം എന്ന് തന്നെയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. എടപ്പാൾ, മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന സ്ഥലത്താണ് നമ്മുടെ ഗുരുക്കൾ ഉള്ളത്. സ്ഥാപനത്തിൻ്റെ പേരൊന്ന് പറയാം. HGS കളരി എടപ്പാൾ. ഉപ്പാടെ പേരിലുള്ള ഒരു കളരിയാണ്. ഉപ്പാടെ പേര് അംസത്തലി ഗുരുക്കൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് തുടങ്ങിയുള്ളത് HGS കളരി എന്ന്. എന്തായാലും കോൺടാക്ട് നമ്പർ കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. കോഴ്സായിട്ടും പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് നിന്ന് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഒന്ന് താങ്കൾ വന്നത് തന്നെ പുറത്തുനിന്നൊരാളായിട്ടാണ് എന്നുള്ളതാണ്. നോക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇത് ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. പലരും എനിക്ക് ഡെമോ വെച്ചിട്ടൊക്കെ ചിലത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആയുധം വെച്ചിട്ട് തന്നെ ചെയ്തത്. അത് ആയുധം വെച്ചിരുന്ന ഒരാൾ ആക്രമിക്കാനൊന്നല്ല, നമ്മുടെ മനസ്സിന് മൂർച്ച കിട്ടും, കണ്ണിന് മൂർച്ച കിട്ടും, നമുക്ക് ആദ്യത്തെ ഭയം ഇല്ലാതിരിക്കും. ഈ വക കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ. ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഭയം പോകും. തീർച്ചയായിട്ടും. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളാണ് ജസ്റ്റ് ഒന്ന് അവിടെ കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെയാണ് അതെല്ലാം ഈ കിട്ടിയ അംഗീകാരങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്ന് പരിചയപ്പെടുത്തുന്ന ഒരാളല്ല കേട്ടോ. ഹനീഫ ഗുരുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്, മാധ്യമങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കളരി എന്ന് പറയുന്ന കല, അതിനപ്പുറത്തായിട്ട് ചികിത്സ നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നിങ്ങളും ശ്രമിക്കുക. താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ സാജിദ് കടക്കാനുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, സന്ദർശിക്കുക. അപ്പോൾ ഇതുവരെയും നമുക്ക് നൽകിയ ആ ഒരു ഇൻഫർമേഷന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഓക്കെ, ബൈ.